GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST? ചില്ലറ വ്യാപാര പണപ്പെരുപ്പത്തിലെ മുന്നേറ്റം താൽക്കാലികമായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. GST പരിഷ്കാര പണപ്പെരുപ്പം ഉയരാതെ നോക്കുമെന്നും റിപ്പോർട്ട്. വികസിത സമ്പദ് വ്യവസ്ഥകൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും പണപ്പെരുപ്പം ആശങ്കയിലാണ്. എന്നാൽ ഇന്ത്യക്ക് പണപ്പെരുപ്പ ബാധ നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തെ തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്നും S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസിലെ ഏഷ്യ പസഫിക് ഇക്കണോമിക്സ് മേധാവി ഹന്ന ലുചിനീനാക്കാവ പറഞ്ഞു. ശക്തമായ ഡിമാൻഡ്, രൂപയുടെ ദുർബലത എന്നിവ ഉപഭോക്തൃ വില ഉയർത്തിയാണ് പണപ്പെരുപ്പം ഉയരാൻ കാരണമായത്. GST നിരക്ക് കുറയ്ക്കലിന്റെ ഫലങ്ങൾ ഒക്ടോബർ മുതൽ കാണാൻ തുടങ്ങും. അതോടെ പണപ്പെരുപ്പത്തിലെ കുതിപ്പുചാട്ടം നിയന്ത്രണ വിധേയമാവും. ആരോഗ്യകരമായ കാർഷിക മുന്നേറ്റവും ഇതിനെ പിന്തുണയ്ക്കുമെന്നാണ് കെയർ എഡ്ജിലെ ചീഫ് എക്കണോമിസ്റ്റ് രജനി സിൻഹ പറയുന്നത്. നല്ല മൺസൂൺ, ശക്തമായ ഖാരിഫ് വിതയ്ക്കൽ എന്നിവ ഭക്ഷ്യവസ്തുക്കളുടെ വിലസ്ഥിരതയ്ക്ക് കാരണമാവുമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഭവന നിർമ്മാണ മേഖലയ്ക്ക് വലിയ ആശ്വാസമായി സിമന്റിന്റെ GST നിരക്ക് കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം 28% നിന്നും 18% കുറച്ചതോടെ നിർമ്മാണ ചെലവുകൾ കുറയുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്കും വലിയ ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. ഭവന നിർമ്മാണ രംഗത്തിന് വലിയ ആശ്വാസമാവുകയാണ് സിമന്റിന്റെ ചരക്ക് സേവന നികുതി കുറച്ച നടപടി. 28% നിന്ന് 18% നിരക്ക് കുറച്ചത്. സിമന്റിന്റെ GST നിരക്ക് കുറച്ചതോടെ ഭവന നിർമ്മാണ മേഖലയിലെ ഡിമാൻഡ് വർദ്ധിക്കുകയും പദ്ധതികളുടെ ലാഭക്ഷമത കൂടുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സിമന്റ് മാത്രമല്ല, ഗ്രാനൈറ്റ്, മാർബിൾ, ഗ്രാവർട്ടൈൻ ബ്ലോക്കുകൾ എന്നിവയുടെ GST നിരക്കും 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. നികുതിയിലെ ഈ കുറവുകൾ നിർമ്മാണ ചെലവുകൾ താഴുന്നതിന് സഹായിക്കും. നിർമ്മാണത്തിൽ ഏറ്റവും ചെലവേറിയ അസംസ്കൃത വസ്തുക്കളിൽ ഒന്നാണ് സിമന്റ്. സിമന്റിന് GSTയിൽ 10% കുറവ് വരുത്തുന്നത് പദ്ധതികളുടെ മൊത്തം ചെലവിൽ 3 മുതൽ 5% കുറവ് വരുത്താൻ സഹായിക്കും. ഇത് താങ്ങാനാവുന്ന ഭവന പദ്ധതികൾ നടത്തുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ കുറവ് ഉപഭോക്താക്കൾക്ക് കൈമാറിയാൽ 40 ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകൾക്ക് കൂടുതൽ മിതമായ നിരക്കുകൾ പ്രതീക്ഷിക്കാം. 56ാമത് GST കൗൺസിൽ യോഗത്തിൽ സിമന്റിന്റെ GST 28% നിന്ന് 18% കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ഭവന നിർമ്മാണ ചെലവ് 5% മുതൽ 7% വരെ കുറയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST പരിഷ്കരണം സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെ തലോടുന്നതാണ്. ക്യാമറമാൻ ബേസിൽ ചാക്കോയ്ക്കൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ TV, കൊച്ചി. GST പരിഷ്കാരങ്ങൾക്ക് ശേഷം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു. ഡോവ് ഷാംപൂ, ലക്സ് സോപ്പ്, ബ്രൂ കോഫി എന്നിവയ്ക്ക് വില കുറയും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരങ്ങളെ തുടർന്ന് സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഡോവ് ഷാംപൂ, ഹോർലിക്സ്, കിസാൻ ജാം, ബ്രൂ കോഫി, ലക്സ്, ലൈഫ് ബോയ് സോപ്പുകൾ എന്നിവയുൾപ്പെടെ ഉപഭോക്തൃ ഉൽപ്പന്ന ശ്രേണിയിൽ വിലക്കുറവ് പ്രഖ്യാപിച്ചു. 340 മില്ലി കുപ്പി ഡോവ് ഷാംപൂവിന് ഇപ്പോൾ 435 രൂപയും 490 രൂപയും കുറയുമെന്ന് കമ്പനി അറിയിച്ചു. 200 ഗ്രാം ഹോർലിക്സിന് 130 രൂപയിൽ നിന്നും 110 രൂപയായും 200 ഗ്രാം കിസാൻ ജാം ഒരു പായ്ക്ക് 7 രൂപയിൽ നിന്നും 80 രൂപയിൽ നിന്നും 7 രൂപയിൽ നിന്നും 80 രൂപയിലുമാണ് നിൽക്കുന്നത്. ലൈഫ് ബോയ് സോപ്പുകളുടെ വില 68 രൂപയിൽ നിന്നും 60 രൂപയെ കുറയും. പുതിയ പരമാവധി റീറ്റെയിൽ വിലയോ കൂടിയതോ ആയ പുതിയ സ്റ്റോക്ക് ഉടൻ വിപണിയിലെത്തുമെന്ന് കമ്പനി അറിയിച്ചു. വില പരിഷ്കരണത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കാൻ കമ്പനികൾ പത്രപരസ്യം നൽകണമെന്ന് സർക്കാർ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഭക്ഷണവില കുറയും. GST കൗൺസിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻതോതിൽ നികുതി വെട്ടിക്കുറച്ചതാണ് ഉപഭോക്താക്കൾക്ക് തുണയായത്. GST കൗൺസിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻതോതിൽ നികുതി വെട്ടിക്കുറച്ചതോടെ വീട്ടുജോലികൾക്കുള്ള അടുക്കളകൾ ആശ്വാസമായി. ന്യൂഡൽഹി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 3 നടന്ന യോഗത്തിൽ അംഗീകരിച്ച പുതിയ ഘടന GST 2.0ന്റെ ഒരു വലിയ പ്രഖ്യാപനമായി മാറി. അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ, പനിനീർ, പിസ്സ ബ്രെഡ്, റൊട്ടി, ഗക്രസ് എന്നിവയ്ക്ക് ഇപ്പോൾ 0 നികുതി 5% നിന്നും കുറയും. നേരത്തെ 18% നേടിയിരുന്ന പൊറോട്ടയും 0 നികുതിയിലേക്ക് മാറും. പ്രധാന പാലുൽപ്പന്നങ്ങളായ വെണ്ണ, നെയ്യ്, ചീസ് എന്നിവയുടെ GST 12% നിന്നും 5% കുറഞ്ഞു. ബാഷ്പീകരിച്ച പാൽ, ജാം, സോസുകൾ, അച്ചാറുകൾ, പഴച്ചാറുകൾ എന്നിവയുൾപ്പെടെയുള്ള പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങളുടെ ഒരു നിരക്കും വില കുറയും. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ബദാം, കശുവണ്ടി, പിസ്ത, ഈന്തപ്പഴം എന്നിവ 12% നിന്നും 5% സ്ലാബിലേക്ക് മാറുമ്പോൾ ബിസ്ക്കറ്റ്, കേക്ക്, ചോക്ലേറ്റ്, കോൺഫ്ലെക്സ്, സൂപ്പ്, ഐസ്ക്രീം എന്നിവ 18% പകരം 5%. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.